സവാള നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. ഇവിടെ ഇപ്പൊ നിങ്ങൾ വിളിച്ച ഒരാൾ നിരീക്ഷകൻ പറഞ്ഞ വിളിച്ചത്, പക്ഷെ നിരീക്ഷകൻ അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും പറയുന്നത് BJP ആണ്. ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. മനസ്സിലാക്കി കളഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. ഇവിടെ അദ്ദേഹം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇന്റർവെൻഷനെ കുറിച്ചുള്ള ക്ലാസ് എടുക്കുകയാണല്ലോ. എന്റെ വിഷമം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. എത്തിക്കൽ എങ്ങനെയാണ് മൊറാലിറ്റി എന്ന് പഠിപ്പിക്കല്ലേ. ഞാൻ വായിക്കാം. നീ വേഗം കാണിക്കേ എന്നാ കണ്ടോ. വെണ്ണില ചക്കരക്കിണ്ണം കരമന കായലിൽ വീണെ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. ആ രണ്ടുപേരി ഒന്നുകൂടെ പാടുവോ? വെണ്ണില ചക്കരക്കിണ്ണം കരമന കായലിൽ വീണെ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. ഈവനിങ് തള്ളു കഴിഞ്ഞ് മരപ്പൊട്ടൻ പോകുന്നേരം മഞ്ഞണി സ്വർണം കൊണ്ടൊരു ലോക്കർ ഒരുക്കാൻ വാ. ഇതാരെ കുറിച്ചാ പറഞ്ഞു? ഇവിടെ സോഷ്യൽ മീഡിയയിൽ ക്ലാസ് എടുക്കല്ലേ. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ദൃശ്യം കാണിക്കാൻ എനിക്ക് അനുവാദം തരണം. നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇതൊരു ഫോട്ടോയാണ്. ഇതാരെ കുറിച്ച് ഇത് കണ്ടോ? ഇതൊരു പട്ടിയുടെ ഫോട്ടോയിൽ ഇട്ടിരിക്കുന്നത്. അതിലൊരു ചതിയില്ലേ? എന്ത് ചതി? ഒന്ന് അവനവൻ ആദ്യം നന്നാവണം. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്. സോഷ്യൽ സ്പേസിനകത്ത് ഇരിക്കുന്നവരുടെ ഒന്നും ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല CPM-ന്. ചില കഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കെ പുറതയില്ല. ചിത്രം ഒരു പട്ടിയുടെ ചിത്രമാണ്. സന്ദീപാനന്ദഗിരി ആക്ഷേപിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ നിരീക്ഷകനായി കൊണ്ടുവന്ന് ഇരുത്തിച്ച വ്യക്തിയിട്ട പോസ്റ്റാണ്. വെറുതെ ഷൈൻ ചെയ്യാൻ വേണ്ടി മണ്ടത്തരം എഴുന്നള്ളിക്കല്ലേ. ഇനി അദ്ദേഹത്തിന്റെ വ്യത്യസ്തങ്ങളായ പോസ്റ്റുകൾ ഒന്ന് അയ്യപ്പദാസ് ഒന്ന് വെറുതെ സ്ക്രോൾ ചെയ്താൽ മനസ്സിലാക്കാം. നിനക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാലേ. സോഷ്യൽ മീഡിയയിൽ സൈബർ സ്പേസിനകത്ത് നല്ല രീതി സത്യസന്ധമായി ഇടപെടണമെന്ന് ക്ലാസ് എടുക്കാൻ വന്ന ഒരാൾ എടുത്ത പോസ്റ്റാണ് അത്. അദ്ദേഹത്തിന്റെ 2 പോസ്റ്റ് അതാണ് ഞാനിവിടെ വായിച്ചത്. വളരെ വ്യക്തമായിട്ട് ഞാൻ ആരെങ്കിലും വിമർശിക്കുന്നുണ്ട് എങ്കിൽ വളരെ നിശിതമായി വിമർശിക്കുന്നയാളാണ്. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലുള്ള ശീലവാ. മുഖ്യമന്ത്രിയെയാണെങ്കിലും മറ്റാരെ പറ്റി അദ്ദേഹം പറയുന്ന സന്ദീപാനന്ദഗിരിയെ പറ്റിയാണെങ്കിലും വിമർശനാത്മകമായിട്ടുള്ള പോസ്റ്റ് വളരെ കൃത്യമായി പേര് സഹിതം ഇട്ടിട്ടുള്ളതാണ്. എന്താണോ പുറത്തോട്ട് പോണത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. എന്നാ ഞാൻ തെളിച്ചു പറയാം. ഇവിടെ ആദർശം പറയുന്ന ശ്രീ ഷംസീർ, നീ വലിയ മാന്യനാവണ്ട. കൊറോണ വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ചതാണ് KM ഷാജി എന്ന് പറഞ്ഞതോ അത് പ്രശ്നമില്ലേ? അത് നല്ല കാര്യമാണോ? ഞാൻ വിളിച്ചു. എനിക്ക് അധികാരമുള്ളൂ. ഞാൻ വിളിച്ചു. കാരണവന്മാർക്ക് അടുപ്പിലും തുറന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് ആദ്യം മനസ്സിലാക്കും. താങ്കൾ ചെയ്തതിൽ അധിക്ഷേപത്തിന്റെ എലമെന്റ് ഉണ്ടോ ശ്രീ? അതാണ് പ്രശ്നം. മുതലാളിയുടെ ഒരു കാര്യം അല്ല, അധിക്ഷേപം എന്ന് പറയുന്നത് അവിടെ അഗ്രീവ്ഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ലേ തീരുമാനിക്കുന്നത്? അല്ല, നിങ്ങളെ ക്ലാസ് പ്രൊഫസർ അല്ലേ? ഡോണ്ട് മേക്ക് നോയ്സ്. സോഷ്യൽ മീഡിയയിൽ പ്രൊഫസർ അല്ലേ? എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയ. താൻ എന്താ വേഷം കെട്ടെടുക്കുക? ആ പ്രൊഫസർ അല്ലേ നിങ്ങൾ? ഞാൻ പറയുന്നത് കേൾക്കൂ, കോപിക്കാതെ. അല്ല, നിങ്ങൾ പ്രൊഫസർ അല്ലേ? മിണ്ടാതിരിക്കടാ ചെറ്റ പട്ടി. ഇനി ആ അമ്മയ്ക്ക് വിളിക്കൂട്ടോ. എന്ത് ജീവനും അച്ഛനമ്മയല്ലേ? കോപിക്കാതെ ഞാൻ മറുപടി അപ്പൊ അതുകൊണ്ട് ഒരു സെക്കൻഡ് ശ്രീ ശംസീർ, എനിക്ക് പറയാനുള്ളത് ഇനി പറയാനുള്ളത് ഇനി അടുത്തത് എന്ത് മര്യാദകളാണോ കാണിക്കുന്നത്? ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ. ശ്രീ ഷംസീർ, ശ്രീജിത്ത്, ഞാൻ താങ്കളുടെ അനുവാദം ചോദിച്ചിട്ടാണ് വന്നത്. ശ്രീജിത്ത്, താങ്കൾ ഒരു 30 സെക്കൻഡിൽ അത് പൂർത്തിയാക്കും. നിങ്ങൾ എന്നെ തുടങ്ങിക്കോളി. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരാളിനെ പറ്റി കൃത്യമായിട്ട് വിമർശിക്കുന്നുണ്ട് എങ്കിൽ ഉത്തമ ബോധ്യത്തോടുകൂടി കൃത്യമായി ആളിന്റെ പേര് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പറയുക. എന്തൊരു കഷ്ടകാലം. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. ഞാൻ എഴുതുന്നതിനാണ് ഞാൻ ഉത്തരവാദി, താങ്കൾ മനസ്സിലാക്കുന്നതിനല്ല. അല്ലേലും പണ്ടേ നീ ഇങ്ങനെ തന്നെയാ. ഒരു നല്ല കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന പേര് ചാമി സുഡുവാനന്ദ കിരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. താങ്കൾക്ക് ഓസ്ട്രേലിയയിൽ 2 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ ശാരീരികമായി ആക്രമിച്ചിരിക്കുന്ന സ്വാമി ആനന്ദഗിരിയെ പറ്റി എന്താണ് തോന്നാത്തത്? എന്താണ് അദ്ദേഹവുമായിട്ടാണ് ഈ പോസ്റ്റിന് ബന്ധമെന്ന് താങ്കൾക്ക് തോന്നാത്തതിന്റെ കാരണം എന്താണ്? അദ്ദേഹത്തിന് യോഗാ ഗുരുവായിട്ടുള്ള അദ്ദേഹത്തിനെ ഇങ്ങോട്ട് ബെയിലിൽ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനെ പറ്റിയാണ് ഈ പോസ്റ്റ് എന്ന് താങ്കൾ ചിന്തിക്കാതിരുന്നത് എന്താണ്? ഞാൻ പറയുന്നില്ല, പക്ഷേ താങ്കൾക്ക് അറിയാവുന്ന ഒരാളിനെ വെച്ച് മാത്രം താങ്കൾ ഇതിനെ വായിക്കുന്നു. രണ്ടാമത്തേത് ഒരു പാരഡിയാണ്. ഒരു ഗായകൻ തന്നെ, ഒരു പിന്നണി ഗായകൻ തന്നെ പാടി അതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. താങ്കൾ പറയുന്നത് മുഖ്യമന്ത്രിയാണെന്ന്. അതെന്താണ് ഈ 6 മണി തള്ളും മരപ്പൊട്ടനെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയാകുമോ? അതിൽ താങ്കൾ ചക്കരക്കിണ്ണമെന്ന് പറഞ്ഞു, അത് മുഖ്യമന്ത്രിയാണോ? അല്ല, താങ്കൾ, ഞാനിവിടെ പറയട്ടെ, ഇന്നലെ ചാനൽ ചർച്ചകളിൽ സുനിതാ ദേവദാസ് എന്ന് പറയുന്ന CPM-ന്റെ അനുഭാവിയായിട്ടുള്ള ഒരാളിനെ മറ്റാരോ പറഞ്ഞിരിക്കുന്ന അപകീർത്തികരമായ കാര്യങ്ങൾ ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞ് ആ സ്ത്രീയെ കൂടുതൽ അപമാനിച്ചതുപോലെ ഇവിടെ വ്യക്തമായി പേര് പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് സ്വാമി സന്ദീപാനന്ദഗിരിയാണെന്നും മുഖ്യമന്ത്രിയാണെന്നും പറഞ്ഞ് സ്വന്തം പ്രസ്ഥാനത്തിനെ സ്വന്തം പള്ളിയുടെ കുത്തി നാട്ടിക്കുന്നതിന് എന്തിനാണ് ശ്രമിക്കുന്നത്? പണിക്കർ ആദ്യം നല്ല നട്ടല് വേണം.
വളയാത്ത നട്ടല് വേണം കേട്ടോ. എന്നിട്ട് പോണോ ഇവിടെ പലരുടെയും നട്ടലും റബ്ബർ ചർച്ചയിൽ വന്നിരുന്ന് ഒരാളെ വിമർശിച്ചില്ല, ഞാൻ അയാളെ ഉദ്ദേശിച്ചിട്ടല്ല, വേറെ ഉദ്ദേശിച്ചില്ല. ആദ്യം നല്ല നട്ടലുള്ള ചർച്ച കൊണ്ടുപോകാനാണ്. ഈ BJP നട്ടലില്ലാത്ത ആളെ കൊണ്ടുവന്ന് ചർച്ചകൾ തീർത്തിച്ചിട്ട് ഞാൻ അയാളെ ഉദ്ദേശിച്ച ഇയാളെ ഇതാർക്കാ തിരിയാത്തത്? അത് ശരി. നിങ്ങൾക്ക് ആരെ വിമർശിക്കാം? നിങ്ങൾ വിമർശിക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നു? നാട്ടിലെ സകലാളെ കുറിച്ച് വിമർശിക്കാൻ നിങ്ങൾ ആരാ? നാട്ടിലെ സകലാളെ കുറിച്ച് വിമർശനം നടത്താൻ നിങ്ങൾ ആരാ? ഞങ്ങൾക്ക് അറിയണം. നിങ്ങൾ ആരാണ് നാട്ടിലെ സകലാളെ വിമർശിക്കാൻ? നിങ്ങൾക്കെതിരെ വിമർശിക്കും. ഞാൻ അയാളെ ഉദ്ദേശിച്ചില്ല, ഇയാളെ ഉദ്ദേശിച്ചിട്ടാണ്. അഹമ്മദില്ലേ അവൻ കാണിച്ചത്? ഞാനവളെ അറിയട്ടെ, അവൻ മഹാ തെമ്മാടിയാണെന്ന്. എന്താ വാസു അറിയട്ടെ? നാട്ടിൽ അരിഹാരം കഴിക്കുന്നവരെന്ന് മനസ്സിലാക്കണം. അരിഹാരം കഴിക്കുന്ന ജനങ്ങൾ നാട്ടിൽ ജീവിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്റെ ഇടത്തോട് പറയേണ്ടത് ഞാൻ BJP ആണെന്ന്. അത് പറഞ്ഞ ധൈര്യം എനിക്ക്. കുറച്ച് നാളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കണേ. നിന്റെ വലിയ ചെത്ത് സ്റ്റൈലൊന്നും ഇവിടെ വേണ്ട. അഥവാ നിനക്ക് ചെത്തണമെന്നുണ്ടെങ്കിൽ ആ തെങ്ങ് പോയി ചെത്തിക്കോ. ആദ്യം പറയണം താൻ തന്റെ ഇടത്തോട് പറയണം BJP ആണെന്ന്. സോഷ്യൽ മീഡിയ ഒരു സംശയവും വേണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞില്ല, എല്ലാത്തിനും ഞാൻ പിടിച്ചു പുറത്താൻ. നമ്മുടെ നാട് കുഞ്ചൻ നമ്പ്യാരിൽ നിന്ന് ഈ തരം വിമർശനങ്ങൾ, അതിന്റെ രസം ഒക്കെ ഉൾക്കൊണ്ടൊരു നാടാണ്. ഇങ്ങനെയുണ്ട് ഒരു ജന്മം. ഇവിടെ ട്രോള് വേണ്ടെന്നും ആക്ഷേപഹാസ്യം വേണ്ടെന്നും സറ്റയർ വേണ്ടെന്നും അല്ല ഈ ചർച്ചയുടെ ഉദ്ദേശം. ശ്രീ ഷംസീർ, ഇതിന്റെ അതിർവരമ്പ് ലംഘിച്ച് അതാരാ ഒരാളുടെ വ്യക്തിക്ക് മേലുള്ള അധിക്ഷേപമായി മാറുന്നെങ്കിൽ അത് കുറ്റമാണ്. അതിനെയാണ് നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, ചെറുക്കാൻ ശ്രമിക്കുന്നത്. നീ ഇപ്പൊ പറഞ്ഞ അതിന്റെ ശരി. ഇക്കാര്യത്തിൽ എന്റെ എല്ലാ സപ്പോർട്ടും നിനക്ക്. ഇവിടെ ശ്രീ ശ്രീജിത്ത് ചെയ്തതിൽ ഒരു വ്യക്തി അധിക്ഷേപം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അതിനനുസരിച്ച് നിയമമില്ലേ ശ്രീ ഷംസീർ? അദ്ദേഹത്തിന് വിമർശിക്കാൻ അവകാശമില്ല. പാരഡി ചെയ്ത ഇയാളാണ് VD രാജപ്പനോ? എന്നാ പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം അല്ല, അതൊന്നും അതൊന്നും ചോദിക്കരുത് ശ്രീ ഷംസീർ. VD രാജപ്പനല്ലോ ശ്രീ ഷംസീർ, ഇത് വേണ്ട. താങ്കൾ വെറുതെ ഇതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ലോകത്ത് പല കള്ളുടിയന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരുത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവരും വിമർശിക്കാം. ശ്രീ ഷംസീർ, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട്. ഞങ്ങൾ പറഞ്ഞ എന്താ, നിങ്ങൾ ഇവിടെ സൈബർ സ്പേസിനകത്ത് ഇടപെടുന്നതിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നു. അതെനിക്ക് ഇഷ്ടമില്ല. അതിന്റെ മൊറാലിറ്റിയെ കുറിച്ച് ക്ലാസ് എടുക്കുന്നു. ആ മൊറാലിറ്റിയെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ആൾ എന്താണെന്ന് പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടണ്ടേ? ശ്രീ ഷംസീർ, ഒരു സെക്കൻഡ്, നമ്മുടെ സമയം ഇതേ കളയുള്ളൂ. നീ ഒന്ന് അടങ്ങുകാതറേ, എല്ലാത്തിനും ഒരു അടക്കൊതുക്കും വേണ്ടേ? ശ്രീത് പണിക്കരുതായി താങ്കൾ കാണിച്ചത് നമ്മൾ ഈ പറയുന്ന പരിധിക്ക് അപ്പുറം നിൽക്കുന്നതാണെങ്കിൽ ശ്രീ ഷംസീർ ഒരു മറ്റേ എടപ്പാളുകാരനെ പോലെ ആയി പോരുത്. അല്ല, എടപ്പാളുകാരനെ പോലെയല്ല ശ്രീ ഷംസീർ, എടപ്പാളുകാരനെ പോലെയല്ല. ഞാൻ പറയുന്നത് അല്ലല്ല, അങ്ങനെ പറയരുത്. അതെന്റെ ഉത്തരവാദിത്തമാണ്. അത് ആ ബാധ്യത ഞാൻ ഏറ്റെടുക്കും. അങ്ങനെ എടപ്പാളുകാരനെ പോലെ വിളിച്ചതല്ല. അദ്ദേഹം ഇട്ട 2 പോസ്റ്റുകൾ ഞാൻ വായിച്ചു. ആയിക്കോട്ടെ, 2 പോസ്റ്റുകൾ. അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? അല്ല, ഞാൻ അത്തരത്തിൽ ഒരു സൈബർ സ്പേസിനകത്ത് പോസ്റ്റ് ഇടാറില്ല. അത് ഞാൻ ആദ്യമേ അപ്രീഷിയേറ്റ് ചെയ്തു ശ്രീ ഷംസീർ, താങ്കളുടെ നിലപാട്. അവിടെയല്ലേ നമ്മൾ ഈ ചർച്ച തുടങ്ങിയത്. എന്റെ ഭഗവാനെ, ഞാൻ മാറ്റിനെ പോയി. പരിധിക്കുള്ളിൽ പെടുന്നതല്ല ഞങ്ങളുടെ പാർട്ടി. ഇപ്പോഴും ഞാൻ പറയാം, നിങ്ങളുടെ ഡിബേറ്റ് ടോപ്പിക്കിനോട് പൂർണ്ണമായി നീതി പുലർത്തിക്കൊണ്ട് പറയുന്നു. ഞങ്ങളുടെ പാർട്ടി സൈബർ സ്പേസിനകത്ത് നടക്കുന്ന ഇത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആ വക ചീപ്പ് നമ്പറിനൊന്നും ഞങ്ങളെ കിട്ടില്ല. ഇനി ആരെങ്കിലും ഞങ്ങളുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ ചെയ്താൽ, നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അവരെ തിരുത്തിക്കാനുള്ള കരുത്ത് എന്റെ പാർട്ടിക്കുണ്ടെന്ന് പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ഞാൻ കാലം കുറയാലോ കേൾക്കണം. ഈ സമീപകാലത്ത് എന്റെ സഹപ്രവർത്തക അടക്കമുള്ള 2 വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ ഉണ്ടായ അധിക്ഷേപം താങ്കൾക്കറിയാം. ആരാണ് ആ കേസിൽ അറസ്റ്റിലായത്? അവരിറങ്ങി വന്നപ്പോ CPM-ന്റെ അണികൾ അവരെ രക്തഹാരം അണിയിച്ച് സ്വീകരിച്ചു. പറയുന്നതോ കൊമ്പത്ത പുള്ളിയാണെന്ന് അലമ്പലമ്പ് കേസ്. അതേക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞതെന്നും നമ്മുടെ മുന്നിലുണ്ട്. അവരെ തിരുത്തിച്ചിട്ടുണ്ടോ? അതിനുള്ള വിവരമൊന്നുമില്ല. അവർ ഇനി ഒരിക്കലും അങ്ങനെ പാടില്ലാത്ത വ്യക്തിഹത്യ നടത്തുന്ന, മാനഭംഗപ്പെടുത്തുന്ന വാക്കുകൾ ഇടില്ല എന്ന് താങ്കൾ ഉറപ്പാക്കിയിട്ടുണ്ടോ? CPM ഉറപ്പാക്കിയിട്ടുണ്ടോ? അത്തരത്തിൽ ആളുകളെ കൊണ്ട് ഉറപ്പിക്കാൻ ഞങ്ങൾ ആവശ്യമായ റെക്ടിഫിക്കേഷൻ മെഷേഴ്സ് എടുക്കുന്നുണ്ട്. ഒരു സംശയവും വേണ്ട. വിജയന്റെ മോനുള്ള നീ നിന്റെ കൂടെ നടന്നാൽ അവൻ ഒരു കാലത്തും രക്ഷപ്പെടില്ല. CPIM-ന്റെ ലേബലിൽ ഏതെങ്കിലും ഒരാൾ എന്നെ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള മട്ടിൽ ഈ രീതിയിൽ ഇടപെട്ടാൽ അതിനെ തിരുത്തി, അത്തരത്തിൽ ആളുകളെ ഒരു തരത്തിലും പിന്തുണക്കുന്ന പാർട്ടിയല്ല CPM എന്ന് മാത്രമല്ല, അത്തരത്തിൽ ആളുകളെ തിരുത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. അത്തരത്തിൽ ആളുകൾ തിരുത്തലിന് വിധേയമാവുന്നില്ലെങ്കിൽ അവരെ പൂർണ്ണമായി ഡിസോൺ ചെയ്യാൻ CPM മുന്നോട്ട് വരുമെന്നുള്ളതാണ്. അങ്ങനെ തലയാട്ടിയ പോലെ ഞാൻ കൂടി ബോധ്യപ്പെടണം. അല്ലെങ്കിൽ ഇവര് നമ്മളെ പറഞ്ഞ് പറ്റിക്കാണെങ്കിൽ അപ്പോ സൈബർ സ്പേസിനകത്ത് ഇടപെടുന്നവർ നിയന്ത്രിക്കാൻ അതത് പാർട്ടികൾ മുന്നോട്ട് വരണം. അതുപോലെ സൈബർ സ്പേസിനകത്ത് ക്ലാസ് എടുക്കാൻ വരുന്ന ആളുകളും തയ്യാറാവണം നന്നാവാൻ. ഇയാള് കുറെ നേരമായി തുടങ്ങിയിട്ട്
എന്താ ഹിമാറ അനക്കെ നമ്മളെ പിടിച്ചില്ലേ? സൈബർ സ്പേസിനകത്ത് എങ്ങനെ ഇടപെടണമെന്ന് ക്ലാസ് എടുക്കാൻ വരുന്നവരും നല്ല രീതിയിൽ തന്നെ പോസ്റ്റ് ഇടാൻ അവരും തയ്യാറാവണം. എന്തെങ്കിലും ആവട്ടെ, സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന്.